സംഘടനാ തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ ബി.ജെ.പി. സംസ്ഥാന കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. യോഗത്തിൽ കേരളത്തിന് ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. 30 സംഘടനാ ജില്ലകളിലേക്കുള്ള അധ്യക്ഷന്മാർ ആരൊക്കെ എന്ന് കോർ കമ്മിറ്റി തീരുമാനിക്കും. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, ഉണ്ടായിട്ടുള്ള തർക്കങ്ങളെപ്പറ്റിയൊക്കെ ചർച്ച കോർ കമ്മിറ്റിയിൽ ഉണ്ടാകുന്നുണ്ടോ? ഇത് പ്യുവർലി ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കൽ മാത്രമാണോ യോഗത്തിന്റെ അജണ്ട? ഹാഷ്മി, ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനം പരിഷ്കരിച്ചതിന് ശേഷമുള്ള സംഘടനാ തെരഞ്ഞെടുപ്പാണ് ഈ പുരോഗമിക്കുന്നത്. 30 സംഘടനാ ജില്ലകൾ, അതായത് പുതിയ പരിഷ്കാരം അനുസരിച്ച് 30 സംഘടനാ ജില്ലകളാണ് ബി.ജെ.പിക്കുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ, അതായത് മുൻപുണ്ടായിരുന്ന തിരുവനന്തപുരത്ത് ഒരു ജില്ലയായിരുന്നെങ്കിൽ ഇപ്പോൾ 3 ജില്ലകളാണ് തിരുവനന്തപുരത്ത് സംഘടനാ ജില്ലകളായുള്ളത്. ആ 3 ജില്ലകളിലെയും തെരഞ്ഞെടുപ്പ് ഇന്നലെ പൂർത്തിയായിരുന്നു. അതോടുകൂടി ഈ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ബാക്കിയല്ല ഈ 30 ജില്ലകളിലും പൂർത്തിയായിട്ടുണ്ടെന്നുള്ളതാണ് ബി.ജെ.പി. നേതൃത്വം അറിയിക്കുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് മാത്രമല്ല, മറ്റു ചില ഘടകങ്ങൾ കൂടി വിലയിരുത്തിയതിനു ശേഷം, അതുകൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ജില്ലാ അധ്യക്ഷന്മാരെ നിശ്ചയിക്കുക. ആ നിശ്ചയിക്കുന്ന കമ്മിറ്റിയാണ് ഇന്നത്തെ ഈ ഉന്നതാധികാര സമിതിയായ ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി. ഈ കോർ കമ്മിറ്റിയിൽ ഈ 30 സംഘടനാ ജില്ലകളിലെയും അധ്യക്ഷന്മാർ ആരൊക്കെയാണ് എന്നുള്ളത് നിശ്ചയിക്കും. പക്ഷേ അതിൽ അന്തിമ തീരുമാനമെടുക്കുക കേന്ദ്ര നേതൃത്വമായിരിക്കും. കാരണം ഈ പട്ടിക ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് കൈമാറുകയും കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി അനുമതി ലഭിച്ചതിന് ശേഷമായിരിക്കും ബി.ജെ.പിയുടെ ഈ ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നേരത്തെ ഈ മണ്ഡലം 280 മണ്ഡലങ്ങളുണ്ട് ബി.ജെ.പിക്ക് കേരളത്തിലുടനീളം. ആ മണ്ഡലങ്ങളുടെ സംഘടനാ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. ആ മണ്ഡലങ്ങളിലേക്കുള്ള അധ്യക്ഷന്മാരെ നിശ്ചയിച്ചിരുന്നു. ഈ മണ്ഡലങ്ങളിലേക്കൊക്കെ കടുത്ത മത്സരങ്ങൾ പലയിടത്തും ഉണ്ടായി. പലയിടങ്ങളിലും വിഭാഗീയത കത്തി നിന്നു. കോഴിക്കോട്, അതുപോലെ ഇടുക്കി പോലുള്ള ജില്ലകളിലൊക്കെ കടുത്ത വിഭാഗീയത കത്തി നിന്നു. കണ്ണൂർ പോലുള്ള ജില്ലകളിലെ കടുത്ത വിഭാഗീയത കത്തി നിന്നതാണ്. അവിടെയൊക്കെ ഒരു സമവായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു മണ്ഡലത്തിൽ ഒരു അധ്യക്ഷൻ എന്ന നിലയിലേക്ക് സമവായത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ അതാത് മണ്ഡലം ഭരണാധികാരികൾ ആ മണ്ഡലം പ്രസിഡന്റ് ആകാൻ പോകുന്നവരിൽ നിന്ന് നോമിനേഷനുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ 30 സംഘടനാ ജില്ലകളിലേക്കുള്ള അധ്യക്ഷന്മാരെ തീരുമാനിക്കുകയാണ് കോർ കമ്മിറ്റിയുടെ പ്രധാന അജണ്ട. കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുക.